നമസ്കാരം. ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മോളെ നസിയ ഇങ്ങോട്ട് വരി. കണ്ണിന് പകരം കണ്ണ് എന്ന നയം ലോകത്ത് വന്നു കഴിഞ്ഞാലേ ഇതാണല്ലേ അത് തന്നെ. കണ്ണിന് പകരം കണ്ണ് എന്ന നയം ലോകത്ത് വന്നു കഴിഞ്ഞാലേ എന്റെയും അടിച്ചതിന്റെ പല്ലം തെറിപ്പിക്കും. എന്താ അടിച്ച് പല്ലൊഴിക്കും ഞാൻ. എന്റെ നാറിയ വായ തുറപ്പിച്ചത് നീ തന്നെയാ. ഇനി നിന്നെ കുറച്ച് നാറ്റിച്ചിട്ടേ ഞാനത് അടയ്ക്കുന്നുള്ളൂ. ലോകത്തുള്ള ആളുകൾ മൊത്തം അന്ധന്മാരായിരിക്കും എന്ന ഗാന്ധിജിയുടെ വാക്കുകളെ ഇന്ന് പലസ്തീന്റെ കരച്ചില് കേൾക്കുമ്പോ മനസ്സ് കിടന്ന് കുലുങ്ങുക. അയ്യോ പാവം. ചെന്നവന്റെ നടുവിന് നോക്കി ഒരു ചവിട്ട് കൊടുക്കട്ടാ. ഞാൻ പറയാം. നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുതരാൻ വന്നിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂലേ, ഓരോ ദിവസവും എത്ര നിരപരാധികളുടെ കണ്ണീരാ നമ്മൾ കാണേണ്ടി വരുന്നത്. പട്ടിക്കൊലയാടി മോളെ പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. ശരിക്ക് ഈ പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? അയ്യോ പാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പൂച്ചല്ലേ ഇവൻ. നീ എന്താടി പറഞ്ഞു? ഈ പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അത് വേദന മാത്രല്ലേ തരുന്നുള്ളൂ. ഓ പിന്നെ നീ മാത്രം ഒരു ശീലാവധി ആടിച്ചാൽ തന്റെ നാട്ടിലെ ഗുണ്ടായിസ് ഇവിടെ എടുത്താലുണ്ടല്ലോ. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. യഥാർത്ഥ ശക്തി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല് അത് സത്യവും കരുണയും നീതിയും ഒക്കെയാ. അയ്യോ പാവം. എന്നിട്ട് നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു കരണ? സത്യവും കരുണയും നീതിയും ഒക്കെയാ. ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? പുറത്ത് വെളുപ്പും അകത്ത് കരി പോലത്തെ വിഷമുള്ളവരുണ്ട്. വാക്കൊന്ന് പ്രവൃത്തി വേറെ. ഇതൊക്കെ ഒന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവാ. ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൊലയാടി മാളെ അടിച്ച് നിന്റെ കാരണം ഞാൻ പൊട്ടി. വായിൽ പല്ല് കാണാല. യഥാർത്ഥ ശക്തി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല് അത് അക്രമോ ആയുധങ്ങളോ ഒന്നുമല്ല. അത് സത്യവും കരുണയും നീതിയും ഒക്കെയാ. എന്നിട്ട് നീ കൊടുത്തു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പോയപ്പാ പാവപ്പെട്ടവും പോയി. ആശാനന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. എന്റെ അവസ്ഥയോട് എന്റെ അവസ്ഥ തിന്നിട്ട് എല്ലിനുള്ളിൽ കയറിയപ്പോ തെമ്മാർത്തരം കാണിച്ചിട്ട് അവരുടെ അവസ്ഥ. ഇതൊക്കെ ഒന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവാ. മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താ ശുഷ്കാന്തി. ഇവരെയൊക്കെ നേരെയാക്കാൻ നീ ആരാ? ആദ്യം സ്വയം നന്നാകടാ, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. പാണ്ടിക്കരിമ്പാറ പോലെയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പലസ്തീനിലും അതുപോലെ ലോകത്തിന്റെ എല്ലാ കോണിലും സമാധാനത്തിന്റെ വെളിച്ചം പരക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെസി മതിയാക്ക്. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരുത്തും. കഴിവേറി പോലെ നീയൊന്നും ഗുണം പിടിക്കൂല. ഈ ഓശര് ഗുണം പിടിക്കൂല.